റൂട്ട് 21 × 8 × 7 × 6 കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 21 × 8 × 7 × 6 ഇതിൻ്റെ വിലയാണ് കാണേണ്ടത്. ഇതിനെ നമുക്ക് ഈക്വൽ ടു പിരിച്ചെഴുതിക്കൂടെ? റൂട്ട് 21 × റൂട്ട് 8 × റൂട്ട് 7 × റൂട്ട് 6 എന്ന് എഴുതാമല്ലോ. എഴുതാം. ഈക്വൽ ടു റൂട്ട് 21 നമുക്ക് റൂട്ട് 7 × 3 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 7 × 3 എഴുതാമല്ലോ. ഇൻറ്റു റൂട്ട് 8 നമുക്ക് റൂട്ട് 4 × 2 എന്ന് എഴുതിക്കൂടെ? 4 × 2 എന്ന് എഴുതാം. ഇൻറ്റു റൂട്ട് 7 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇൻറ്റു റൂട്ട് 6 റൂട്ട് 3 × 2 എന്ന് എഴുതാം. എഴുതാമല്ലോ. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ പിരിച്ചെഴുതാം. അതായത് റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ഈക്വൽ ടു നമ്മളിവിടെ നോക്കുമ്പോൾ റൂട്ട് 7 രണ്ട് റൂട്ട് 7 തമ്മിൽ ഗുണിക്കുമ്പോൾ നടുക്കത്തെ ചിഹ്നം ഗുണന ചിഹ്നമാണ്. അപ്പോൾ 2 റൂട്ട് 7 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു 3 ഇൻറ്റു റൂട്ട് 4ൻ്റെ വാല്യൂ 2 ആണ്. റൂട്ട് 4 എടുത്തു. ഇൻറ്റു ബാക്കി റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 7 × 3 21 21 × 2 42 42 × 2 84 ആണ് നമ്മുടെ ഉത്തരം. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.